പത്തനംതിട്ട കോന്നിയിൽ നടുറോഡിൽ കാട്ടാന. കൊക്കാത്തോട് നിന്ന് കോന്നിയിലേക്ക് വന്ന സ്വകാര്യ ബസ്സിന് മുന്നിലാണ് കാട്ടാന എത്തിയത്. പ്രദേശത്ത് ആന നിലയുറപ്പിച്ചതോടെ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ആന ഈ റോഡിൽ നിന്നും കാട്ടിലേക്ക് പിൻവാങ്ങിയോ? ഇന്ന് വൈകിട്ട് 5:30 മണിയോടുകൂടിയായിരുന്നു ഇതുപോലെ റോഡിന് നടുവിൽ കാട്ടാന നിന്നത്. എന്തായാലും നിലവിൽ കാട്ടാന തിരികെ കാട് കയറിയിട്ടുണ്ട്. കോന്നി കൊക്കാത്തോട് റോഡിലെ കല്ലേലി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു ഇത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാട്ടാന റോഡിന് നടുവിൽ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരു KSRTC ബസ് വരുന്നതിന് മുന്നിലേക്കാണ് ഈ ആന ഇറങ്ങി വന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഒരു ഇരുചക്ര വാഹനങ്ങളിൽ വന്നവർ പകർത്തിയതാണ്. കൊക്കാത്തോട് സ്വദേശികളായ ഹാരിഷും അതുപോലെ മക്കളും വന്ന സ്കൂട്ടറിലിരുന്നാണ് അവർ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. പകൽ സമയത്തുൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഈ ആന ഇറങ്ങുന്നതിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെയും കഴിയിട്ടില്ല എന്നുള്ളതാണ്. ആന സ്ഥിരമായി ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും ആ റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് ഹോണടിച്ചും വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയുമൊക്കെയാണ് ഈ ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിയത്. എന്തായാലും ആളുകൾ വലിയ പ്രതിഷേധത്തിൽ ആയിരുന്നു ഏറെ കാലം മുതൽ തന്നെ. ഇവിടെ ആന ഇറങ്ങുന്നത് തടയാനായിട്ട് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെയുള്ള പ്ലാന്റേഷനിൽ കൈതകൃഷി ഉൾപ്പെടെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാട്ടാന ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി ശ്രീരാജൻ, നമ്മുടെ ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ കാടുമായി അതിർത്തി പങ്കിടുന്ന പലയിടങ്ങളിലുമുള്ള പ്രശ്നമാണ് ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ പത്തനംതിട്ട കോന്നിയിലെ നടുറോഡിൽ ആന നിലയുറപ്പിച്ച കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.